രാഷ്ട്രീയമായി തന്നെ ഈ യു ടേൺ എന്ന് ഈ ഗവൺമെൻറ്റിനെ പറയുന്നത് എന്താ? ഇപ്പം എന്തും വേണ്ടി കള്ളങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇടതുപക്ഷ സ്വഭാവം നഷ്ടപ്പെട്ടു. യഥാർത്ഥ ഇടതുപക്ഷം ഞങ്ങളാണെന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. ആയിരുന്നല്ലോ. നമുക്കും സംശയം തോന്നാം, കാരണം അത്ര നല്ലപോലെ അവർ ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട്. ഇടതുപക്ഷ സ്വഭാവം പോയി എന്നാണ് പ്രധാനമായിട്ട് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞങ്ങൾ വേണം ഇടതുപക്ഷത്തിൻ്റെ. ഇപ്പം PM ശ്രീ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. PM ശ്രീ എടുത്ത് അറബിക്കടലിൽ കളയുമെന്ന് പറഞ്ഞിട്ട് എന്തും പറയുന്ന പ്രസംഗമൊക്കെ നടത്തിയ ആളുകളാണല്ലോ. എന്താ PM ശ്രീയുടെ സ്ഥിതി? PM ശ്രീ നമ്മൾ ഒപ്പിട്ടു, പക്ഷെ അപ്പം തന്നെ അത് വേണ്ട എന്ന് തീരുമാനിച്ചു. അതിൻ്റെ അപകടം PM ശ്രീ ഒപ്പിട്ട PM ശ്രീ നടപ്പിലാക്കാൻ, അതുപോലെ നടപ്പിലാക്കാനല്ല, സിലബസിലൊന്നും തുടത്തില്ലെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ 1500 കോടി രൂപ നമുക്ക് SSKയുടെ തരാനുള്ളത് തന്നിട്ടില്ല. നമ്മൾ അധ്യാപകർക്ക് ശമ്പളം അതുകൂടെ കടം മേടിച്ച് കൊടുത്തുകൊണ്ടിരിക്കുക. അതിനെ ഒപ്പിട്ടെ. പക്ഷേ അതിനകത്തൊരു പ്രായോഗികമായ പോരായ്മ ഉണ്ടെന്ന് മനസ്സിലാക്കി നിർത്തിവെച്ചു. സുപ്രീം കോടതിയിലടക്കം കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു കേരളം ഇത് ഒപ്പിട്ടിട്ടില്ല, അതുകൊണ്ട് പൈസ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അവിടെയാണ് നമ്മൾ ഒപ്പിട്ടിട്ടെന്ന് പറഞ്ഞ് നടപ്പിലാക്കാൻ പോയ PM ശ്രീ. വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ കാര്യം പറഞ്ഞു, അവരുടെ നയത്തിന് വ്യത്യസ്തമായി പറഞ്ഞു. കരിമണലിൻ്റെ കാര്യം പറഞ്ഞു. VM സുധീരനും അതുപോലുള്ള നേതാക്കന്മാരുമാണല്ലോ ഇവർക്കെതിരെ പറഞ്ഞത്. അപ്പോൾ എന്ത് വാശി കാണിച്ചിട്ടാണ് ഇപ്പോൾ അത് നടപ്പിലാക്കാനായി നടക്കുന്നത്? ആശാ വർക്കേഴ്സിന് വന്നാൽ അടുത്ത ദിവസം 24,000 കോടി കൊടുക്കുന്നില്ലേ പറഞ്ഞേ? ആശാ വർക്കേഴ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ ചർച്ച ചെയ്തില്ല. 3 പ്രാവശ്യം ചർച്ച ചെയ്തു നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി. ഒരു പ്രാവശ്യം ഞാനും ആ ചർച്ചയിൽ പങ്കെടുത്തതാണ്. ഓൺലൈനായിരുന്നു ആ മീറ്റിംഗ്. എല്ലാ സംഘടനകളും ഉണ്ടായിരുന്നു. നമ്മൾ കമ്മീഷൻ വെച്ചു, അത് കൊടുക്കാൻ 2000 രൂപ 2 ഘട്ടമായിട്ട് നമ്മൾ കൊടുത്തു. നമ്മളൊരു കാര്യം പറഞ്ഞു, ആശാ വർക്കേഴ്സിന് മാത്രമേ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അംഗൻവാടിയുണ്ട്, ആശാ വർക്കേഴ്സുണ്ട്, പാചക തൊഴിലാളി, എല്ലാം സ്കീം വർക്കേഴ്സാണ്. 1,00,000 ചില്ലാനും പേരുണ്ട്. അതുകൊണ്ട് ഒരിടത്ത് മാത്രം പറ്റില്ല. ആശാ വർക്കേഴ്സിന് കേന്ദ്ര ഗവൺമെൻറ് 1500 രൂപ ഇപ്പോഴും കൊടുക്കുന്നുള്ളൂ. നമ്മൾ നവംബർ 1 മുതൽ 1000 കൊടുത്തു, ഏപ്രിൽ 1 മുതൽ 1000 കൊടുത്തു. അത് കിട്ടുന്നുണ്ടല്ലോ. ആ 2000 കിട്ടുന്നുണ്ട്. അംഗൻവാടിക്ക് കൊടുത്തു, പാചക തൊഴിലാളിക്ക് കൊടുത്തു. ഇപ്പോൾ അവർ 3000 ഇവിടെ കൊടുത്തു. 3000 അല്ലല്ലോ പറഞ്ഞത്. ഈ പറഞ്ഞ് വലിയ പ്രഖ്യാപനം നടത്തി, പക്ഷെ സമരം നടത്തിയ ആളുകൾക്ക് ഇപ്പോൾ പരാതിയില്ലല്ലോ. ഈ സമരമൊക്കെ ആസൂത്രിതമായ കാര്യങ്ങളാണെന്നുള്ളത് മനസ്സിലാക്കണം. അവർക്കും പരാതിയില്ലല്ലോ. നമുക്കൊരിക്കലും ജോലി ചെയ്യുന്ന തൊഴിലാളികളോട് നമ്മളെവിടെയും വാശിപൂർവ്വം കാണിച്ചിട്ടുണ്ടോ? കേന്ദ്ര ഗവൺമെൻറ് തരാനുള്ള പണം തരാതിരിക്കുമ്പോഴും നമ്മൾ പരമാവധി ഇതെല്ലാം മാനേജ് ചെയ്തു പോവുക. ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിൽ KSRTC ബസ് പോലുള്ള ബസ്സുണ്ടോ? ഇല്ല, നിർത്തിക്കളഞ്ഞു. പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി ആളെ എടുക്കുന്നുണ്ടോ? ഇപ്പോൾ PSCക്കെതിരെ വലിയ വർത്തമാനം പറയാണല്ലോ. PSC നിയമനം ഉണ്ടോ? കഴിഞ്ഞ ദിവസം തെലങ്കാനയിലെ മുഖ്യമന്ത്രി പറഞ്ഞു അവിടുത്തെ സ്കൂളുകൾ പകുതി സ്കൂൾ അടച്ചു കൂട്ടാൻ പോകുന്നു പറഞ്ഞു. മുഖ്യമന്ത്രി കോൺഗ്രസ്സാ. ഹിമാചൽ പ്രദേശിലെ മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങൾക്ക് വലിയ തോതിൽ പണം വെട്ടിക്കുറച്ചു കേന്ദ്ര ഗവൺമെൻറ്, അതുകൊണ്ട് ഞങ്ങൾ ശമ്പളം 30% കുറച്ചു. ഹിമാചൽ പ്രദേശ്. തൊട്ടപ്പുറം കർണാടകത്തിൽ 1-ാം തീയതി ശമ്പളം കൊടുക്കുന്നില്ല. ഇപ്പം നമ്മളെക്കാളും സമ്പന്നമായ സ്റ്റേറ്റാണ്. നമ്മളിവിടെ ഒന്നും അതൊന്നും അല്ല നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമീപനം എന്നുള്ളത് നമ്മൾ അറിയേണ്ടതാണ്. അപ്പോൾ ഇവർ ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ വലിയൊരു പുകവറ സൃഷ്ടിക്കുക, എന്ത് വൃത്തികേടും കാണിക്കുക എന്നുള്ളതാണ്. ഇനിയും സ്വകാര്യവൽക്കരണത്തിൽ നമ്മുടെ സ്വകാര്യ മൂലധനത്തിനെതിരെ അല്ല എന്നുള്ളത് അടിവരയിട്ട് ഞാൻ ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല. എന്നാലും ഞാൻ പറയുക, സ്വകാര്യ മൂലധനവും മുഴുവൻ അങ്ങ് സ്വകാര്യവൽക്കരിക്കുന്ന വ്യത്യാസമുണ്ട്. ഈ നാഷണൽ ഹൈവേ മുഴുവൻ നിങ്ങൾ പണിഞ്ഞോ എന്നിട്ട് നിങ്ങൾ എടുത്തോ എന്ന് പറയുന്നത് സ്വകാര്യവൽക്കരണമാണ്. നമ്മുടെ KSRTC മൊത്തം വിറവിലേക്ക് വിൽക്കുന്നു, അത് സ്വകാര്യവൽക്കരണമാണ്. പക്ഷെ പല മേഖലയിലും ഇപ്പം വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കൺസ്ട്രക്ഷൻ ആകെയുള്ള 8,000 കോടി രൂപ ചെലവിൽ 1/3 മാത്രമേ കൺസ്ട്രക്ഷനറുടെ ഉള്ളൂ, ഈ അദാനി കമ്പനിയുടെ ഉള്ളൂ. പക്ഷെ അവരെ നമ്മൾ കൊണ്ടുവരുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് പണം ഉണ്ടെന്ന് പറഞ്ഞാലും തുറമുഖം നടത്താൻ പറ്റില്ല. അതിന് ഒരു എക്സ്പെർട്ടൈസ് വേണം. തുറമുഖം നമ്മളൊരു വലിയ കെട്ടിടം കെട്ടിയിട്ട് പറഞ്ഞാൽ കപ്പൽ വരത്തില്ല. ഇതിനൊക്കെ ഒരു ആ മേഖല ബന്ധമുള്ളവർ വേണം. അതുകൊണ്ടാണ് പരിചയമുള്ളവരെ വിളിച്ചിട്ട് നമ്മൾ കൊടുക്കുന്നത്. അവരെ സഹകരിപ്പിച്ചുകൊണ്ടാണ് ഒരു PPP പ്രൊജക്റ്റായിട്ട് കൊണ്ടുവരുന്നത്. പുതിയ പ്രൊജക്റ്റുകൾ പലതും അങ്ങനെ കൊണ്ടുവരേണ്ടി വരും. പക്ഷെ ഉള്ളതെല്ലാം എടുത്തിട്ട് വിറ്റ് കളയുക എന്നുള്ളതല്ല. ആ സ്വകാര്യവൽക്കരണത്തെ നമ്മൾ അംഗീകരിക്കുന്നില്ല. ഇത് 1957-ലെ EMS മന്ത്രിസഭയുടെ കാലത്ത് അന്ന് കൊണ്ടുവന്നതാണ് നാവൂർ കാളിയർ റയൻസ്, തോഷിബ. ഇപ്പോഴും തോഷിബ വലിയ കമ്പനി, അന്ന് ജപ്പാനിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അന്നത്തെ ഗവൺമെൻറ്റുകളൊക്കെ, അതിനുശേഷം വന്ന ഗവൺമെൻറ്റുകളും സ്വകാര്യ മേഖലയിൽ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി വരണം. അതിന് നമുക്ക് യാതൊരു തർക്കവുമില്ല. സ്വകാര്യ മേഖല നല്ലതുപോലെ വന്നാലേ നമ്മുടെ മേഖലയിൽ ഇഷ്ടംപോലെ മൂലധനം മുടക്കാവുന്ന ആളുകളുണ്ട്. അവർ ബിസിനസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് അവർക്കത് നടത്തിക്കൊണ്ട് പോകാനുള്ള മിച്ചമൊക്കെ കിട്ടും. അതൊന്നും ഇല്ലെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. ഇവിടെ അതല്ല, ഏറ്റവും റയറായ കാര്യങ്ങൾ അങ്ങ് ആർക്കെങ്കിലും കൊടുക്കുക.
എന്ന് പറയുന്ന ലാഭത്തിൽ ഓടുന്ന സ്ഥാപനം കൊടുക്കുക എന്ന് പറയുന്നതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. എത്ര സ്ഥാപനങ്ങൾ അവർ വിൽക്കാനായിട്ട് അവർ ആലോചിച്ചേക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അത് വളർത്തി ഈ ഒരു പശ്ചാത്തലം ഉണ്ടാക്കി കേരളം തകരാൻ പോവാണ്, ഞങ്ങൾ ഇത് പിടിച്ചു നിർത്താനാണ് ശ്രമിക്കുന്നതെന്ന് പറഞ്ഞാൽ ശ്രമിച്ചത്. നിയമസഭ തുടങ്ങിയപ്പോൾ നമ്മൾ ആലോചിച്ചത് നിയമസഭയിൽ വർഷത്തിലൊരു പുതിയ ഗവൺമെൻറ് വന്നതാണ്. 1 മാസം 2 മാസം 3 മാസം ഇവർ പിന്നെ അപ്പോഴൊന്നും തർക്കവും സമരമൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. നാടൻ ഭാഷ പറഞ്ഞാൽ ഹണിമൂണാണ്. ഹണിമൂൺ സമയത്ത് ഇവർ ചെയ്യുന്നതെല്ലാം നല്ലതായിട്ട് എല്ലാവർക്കും തോന്നും, അവർക്കും തോന്നും. പക്ഷേ ഹണിമൂൺ സമയത്ത് തന്നെ ഇപ്പോൾ അവർ തമ്മിൽ വഴക്കുണ്ടാക്കുമ്പോൾ നമ്മൾ കയറി എങ്ങനെ ഇടാതിരിക്കും? നമ്മളാണോ പറഞ്ഞത് ഇത് കേരളമാണ്, ഇതെന്താ ഗുജറാത്താണോ, ഇത് BJP ഭരിക്കുന്ന സംസ്ഥാനമാണോ, അദാനിക്ക് എന്ത് തോന്നിയാസം കാണിക്കാൻ അവകാശമുണ്ടോ എന്ന് ചോദിച്ചത് ആരാ? അവരുടെ വീട്ടിൽ നിന്ന് തന്നെ KC വേണുഗോപാല അല്ലേ? എന്തിനാണ് രഹസ്യമായിട്ട് അവിടോട്ട് പോയെന്ന് പിന്നെ പരസ്യമായിട്ട് രഹസ്യമായിട്ട് എവിടെ ഈ മുഖ്യമന്ത്രി കഥയ്ക്ക് പ്രത്യേക വിമാനത്തിൽ പോയെന്ന് ചോദിക്കുന്നവരല്ലേ? ബെവറേസിന്റെ കാര്യത്തിൽ എക്സൈസ് മന്ത്രി അറിഞ്ഞിട്ടില്ല, എക്സൈസ് വകുപ്പ് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ ആരാ? എക്സൈസ് വകുപ്പ് മന്ത്രിയാ. VM സുധീരൻ പഴയ നേതാവെന്ന നിലയിൽ കത്തയച്ചത് മാത്രമല്ല, മന്ത്രിമാർക്ക് അറിഞ്ഞൂടാ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നുകൊണ്ട് നിയമസഭ തുടങ്ങിയപ്പോൾ തന്നെ ഈ കാര്യങ്ങൾ ചോദിച്ചു. അതിൻ്റെ പേര് അവർ ക്ഷോഭിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ 1 അല്ല 2 അല്ല 2 3 കേസ് വന്നല്ലോ. ധവളപത്രത്തിനകത്ത് ഒന്നുമില്ലാന്ന് തെളിഞ്ഞു. അപ്പോൾ അതിൻ്റെ നിരാശ. ബഡ്ജറ്റ് കൊണ്ടതിനകത്ത് ഈ പറഞ്ഞ തരത്തിലേക്കുള്ള പല വിധത്തിൽ ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങൾ, അതിനകത്ത് മദ്യത്തിൻ്റെ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ പേരിലുണ്ടായ പ്രശ്നങ്ങൾ, വിവാദം, ഏറ്റവും ഒടുവിൽ നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തിനകത്ത് 3 പണമേ അവർ മുടക്കിയിട്ടുള്ളൂ. 2000 കോടിയാണ് മുടക്കിയത്. അതിൻ്റെ മാർക്കറ്റ് വാല്യൂ ഇപ്പോൾ 22,000 കോടിയൊക്കെയാണ് അതാ പറയുന്നത്. അതിനകത്ത് 49% വിൽക്കാൻ തീരുമാനിച്ചു. 13,000 കോടി 2,000 കോടി മുടക്കി 2 വർഷം ആവുന്നതിന് മുമ്പ് അതിൻ്റെ പകുതിയിലധികം കൈ വെച്ചിട്ട് ബാക്കി പകുതി വിൽക്കുന്നത് 13,000 കോടിക്ക്. അപ്പോൾ ലാഭം എത്രയായി? 2,000 മൈനസ് 22,000 26,000 26,000 13,000 അവിടുന്ന് കിട്ടും, ബാക്കി കയ്യിരിപ്പുണ്ട്. ആയിക്കോട്ടെ, ലാഭം കണക്കൊക്കെ ആ കണക്കൊക്കെ ബിസിനസ്സാണ്. ഈ സംസ്ഥാനമാണ് 63% ചെലവാക്കിയത്. ഇപ്പോഴും കിടന്ന് നമ്മൾ ഞാനാണോ ധനകാര്യമന്ത്രി, ഇപ്പോൾ VD സതീശനാണോ, തോമസ് ഐസക്കാണോ മുമ്പ്, പിണറായി ആണോ മുഖ്യമന്ത്രി, VD സതീശനാണോ മുഖ്യമന്ത്രി? നല്ല പ്രശ്നം. കേരളത്തിൻ്റെ ഒരു ആകെ അസറ്റിൻ്റെ പ്രശ്നമാണ്, സ്വത്തിൻ്റെ പ്രശ്നമല്ലേ. കേരളം ഇതെല്ലാം ചെയ്തതിന് കേരളത്തിന് എന്തെങ്കിലും അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടോ? ഇല്ല. അതൊരു സാമ്പത്തിക വശം. പക്ഷെ ഇത് വിൽക്കുമ്പോൾ നമ്മളെന്താ ഇതിനൊരു കാര്യം പറഞ്ഞ് 2-3 കാര്യങ്ങൾ അതിൽ പ്രധാനമുണ്ട്. എഗ്രിമെൻറ്റിനകത്ത് തന്നെ പറയുന്നുണ്ട്, ഈ പിന്നെ ഷെയർ വിൽക്കുമ്പോൾ വിത്ത് ദ പ്രയർ അപ്രൂവൽ ഓഫ് ദ അതോറിറ്റി എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് എന്നും അതിനകത്തുണ്ട്. പ്രയർ അപ്രൂവൽ ഓഫ് ദി അതോറിറ്റി മാത്രമേ വിൽക്കാവുള്ളൂ. അങ്ങനെ അതോറിറ്റിയുടെ അനുമതി കിട്ടിയാൽ മാത്രമേ ഇത് വിൽക്കുന്നതിനെ പറ്റി സ്റ്റെപ്പ് എടുക്കാവുള്ളൂ. ഇത് സെബി, നമ്മുടെ ഇന്ത്യയുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ കച്ചവടങ്ങളും ഒക്കെ സംബന്ധിച്ചുള്ള ധനകാര്യ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് സെബി. ആ സെബിക്ക് ഇവർ ആപ്ലിക്കേഷൻ കൊടുത്തു, ഞങ്ങളിങ്ങനെ വിൽക്കാൻ പോവാണെന്ന്. അനുമതി ഇല്ലാതെ കൊടുക്കുമോ? ഇൻഫോർമലായിട്ടെങ്കിലും ഔദ്യോഗികമായിട്ടല്ലെങ്കിലും നിങ്ങൾ ചെയ്തോ, ഞാൻ ശരിയാക്കാവുന്നൊരു ഉറപ്പ് തരാതെ കൊടുക്കുമോ? പിണറായി ഇരുന്നപ്പോൾ അങ്ങനെ ഉറപ്പ് കൊടുത്തില്ലല്ലോ. അതുകൊണ്ടല്ലേ ഇപ്പോൾ കൊടുക്കുന്നത്. ചെറിയ കളിയല്ല ഇത്. അതിനേക്കാളും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, എന്തുകൊണ്ടാണ് ഇതിനകത്ത് ചില കണ്ടീഷൻസ്. നമ്മുടെ ഈ തുറമുഖത്തിൻ്റെ പ്രത്യേകത എല്ലാ കപ്പലുകളും എടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, ലോകത്തെ ആകെ ബിസിനസ്സിൻ്റെ 50%-ലധികവും നടക്കുന്നത്, 50-60% നടക്കുന്നത് ചൈന, ജപ്പാൻ, കൊറിയ, ഇതുപോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള തായ്ലൻഡ്, തായ്വാന്, ഇവിടുന്നുള്ള കപ്പലുകൾ പോകുന്ന ഇൻ്റർനാഷണൽ റൂട്ടാണിത്. ഇവിടുന്ന് ഇങ്ങനെ ഈ റൂട്ടിൽ പോയിട്ട് നിങ്ങൾ നോക്കിയാൽ മതി, ഭൂപടത്തിൽ നേരെ യൂറോപ്പ്, അമേരിക്ക വരെ പോകുന്ന റൂട്ടാണ്. ആ റൂട്ടിൽ ഓട്ടോറിക്ഷ അടുപ്പിക്കുന്ന പോലെ തൊട്ടടുത്തുകൊണ്ട് അടുപ്പിക്കാവുന്ന ഒരൊറ്റ തുറമുഖമേ ഉള്ളൂ, അത് വിഴിഞ്ഞതാണ്. ബാക്കിയൊക്കെ പോകണമെങ്കിൽ 10, 60, 100 കിലോമീറ്റർ പോകണം. അത്രയും നല്ല തുറമുഖം. ഈ തുറമുഖത്ത് ഈ പറഞ്ഞ ഒരു കമ്പനി അവരുടെ കയ്യിലായി കഴിഞ്ഞാൽ അവരാണെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയൊരു ട്രേഡറാണ്, ഈ ബിസിനസ്സുകാരാണ് ഇതിൻ്റെ തുറമുഖത്തിൻ്റെ. അവരുടെ മാത്രമേ ഈ സ്റ്റാൻഡിൽ പ്രൈവറ്റ് ബസ് ഇന്ന കമ്പനിയുടെ മാത്രമേ ഇവിടെ കയറ്റാവുള്ളൂ, ബാക്കി ബസ്സൊന്നും ഇവിടെ കയറണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കുമെന്ന് പറയുന്ന പോലെയാണ്. ഇല്ലേ, ബസ് സ്റ്റാൻഡ് മൊത്തം ഞാൻ മേടിച്ചു, എൻ്റെ ബസ് ഇവിടെ കയറിയാൽ മതി എന്ന് പറഞ്ഞാൽ എനിക്കല്ലേ യാത്രക്കാരെ കിട്ടൂ. നിങ്ങളുടെ ബസ്സൊക്കെ അവിടെ കയറ്റാൻ പറ്റുമോ? നിങ്ങൾ ബസ് വിൽക്കേണ്ടി വരും. സിമ്പിളായിട്ട് ചിന്തിച്ചാൽ, ഇങ്ങനെ ചിന്തിച്ചാൽ, അപ്പോൾ ഈ ഒരു മൊണോപ്പൊളി, ഈ ഒരു കമ്പനിയുടെ മാത്രം കയ്യിൽ മൊണോപ്പൊളി ആവരുത്. റേറ്റ് നിശ്ചയിക്കുന്നതിന് ഈ പ്രശ്നം വരും. എൻ്റെ കപ്പലിന് 100 രൂപ, മറ്റ് കപ്പലുകൾ വന്നാൽ 300 രൂപ മേടിക്കാമല്ലോ.
ഇങ്ങനെയൊക്കെയാണ് മൊണോപ്പൊളി എന്ന് പറയുന്നത്, കുത്തക. ഈ പ്രശ്നങ്ങളൊക്കെ അതിലുണ്ട്. ഇത്രയും ഗൗരവമായ കാര്യം മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് വന്ന് 1 മാസം 1.5 മാസമായി ഈ കാര്യമൊക്കെ വന്നിട്ട് ഇത് എന്ത് ധൈര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നേരെ പോയിട്ട് വിൽക്കാൻ തീരുമാനിച്ചുകൊണ്ട് പേപ്പറോടെ കൊടുക്കുന്നത്? ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്, നാടിനോടുള്ള വെല്ലുവിളിയാണ്. ഇപ്പം ബേക്കൽ ഫോർട്ടും നിങ്ങളുടെ ഈ മേഖലയിലെ ഏറ്റവും ചരിത്രത്തിലെ ഏറ്റവും പഴക്കമുള്ളതാണല്ലോ ബേക്കൽ ഫോർട്ടൊക്കെ. 500 കൊല്ലത്തിനകത്താവും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം 1000 വർഷമോ 2000 വർഷത്തേക്കോ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ സ്ഥലമാണ് ഈ വിഴിഞ്ഞം. കാരണം തുറമുഖങ്ങളുള്ളിടത്ത് തന്നെയാണ് വലിയ നഗരങ്ങളൊക്കെ വികസിക്കുന്നത്. ഇപ്പം ബേക്കലും ഇതുപോലുള്ള ഫോർട്ടും ചരിത്രവും ഒക്കെ നമ്മൾ പറയുന്നത് അത്രയ്ക്കും ചരിത്രമുണ്ട്. ഇതേപോലെ അത്രയും പ്രാധാന്യമുള്ള സ്ഥലം നിയമമനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ വന്നേക്കുന്നത്. ഏകപക്ഷീയമായിട്ട് കൊണ്ടുപോയിട്ട് അപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാവരും പറയുന്നുണ്ട് ഇത് നിയമമനുസരിച്ച് എല്ലാം പരിശോധിച്ചേ ചെയ്യുമെന്നാണ് സതീശൻ പറയുന്നത്. എല്ലാം നിയമമനുസരിച്ച് ചെയ്യും, അതിൻ്റെ വിവിധ കമ്മിറ്റികൾ പരിശോധിക്കുന്നുണ്ട്. ശരിയാ, 3 സെക്രട്ടറിമാരെ ഗവൺമെൻറ് സെക്രട്ടറിമാരെ ചുമതലപ്പെടുത്തി, ചീഫ് സെക്രട്ടറി ചുമതലപ്പെടുത്തി. 3 സെക്രട്ടറിമാരൊക്കെയാണ് നിയമവകുപ്പ് നോക്കണം. എന്തായാലും നിയമത്തിൻ്റെ കാര്യമല്ലേ. ധനകാര്യ വകുപ്പ് ധനകാര്യ കാര്യത്തിൽ നോക്കണമല്ലോ. പിന്നെ തുറമുഖം ആയതുകൊണ്ട് തുറമുഖ വകുപ്പ് നോക്കണമല്ലോ. ഇതിൻ്റെ മന്ത്രിമാരും നോക്കും. ആരാ ഇത് 3? നിയമവകുപ്പ് മന്ത്രിയുടെ സെക്രട്ടറി, നിയമവകുപ്പ് സെക്രട്ടറി, ഈ 3 സെക്രട്ടറിമാരെ നോക്കും. ആരാ ഇതിന് 3 മന്ത്രി? നിയമവകുപ്പ് മന്ത്രി ശ്രീ സതീശൻ, ധനകാര്യ വകുപ്പ് മന്ത്രി VD സതീശൻ, പിന്നെ തുറമുഖ മന്ത്രി സതീശൻ മേനോൻ. ഇതെല്ലാം വന്ന് പരാതി കൊണ്ട് ആരുടെ അടുത്താ? മുഖ്യമന്ത്രിയുടെ അടുത്ത്. അത് വിനായക അദ്ദേഹത്തിൻ്റെ പിന്നെ വടശ്ശേരി ദാമോദര മേനോൻ, സതീശൻ മുഖ്യമന്ത്രി. ഇതാണ് സിസ്റ്റം. അപ്പൊ ഇതിനെപ്പറ്റി ആരോ ചോദിച്ചു. അപ്പൊ പറഞ്ഞു പഴയ മുഖ്യമന്ത്രി പിണറായിക്കും ധാരാളം വകുപ്പുണ്ടായിരുന്നല്ലോ. എല്ലാ മുഖ്യമന്ത്രിമാർക്കും ധാരാളം വകുപ്പുണ്ട്. കാരണം ഏതെങ്കിലും അസൈൻ ചെയ്ത് കൊടുക്കാത്ത മുഴുവൻ വകുപ്പും മുഖ്യമന്ത്രിയുടെ കയ്യിലായിരിക്കുക. അങ്ങനെയാണ് അതിൻ്റെ നിയമം. അത് ചിലത് ചെറിയ വകുപ്പുകളായിരിക്കും, വലിയ മേജർ വകുപ്പുകളൊക്കെ അങ്ങനെ കൊടുക്കും. അത്രയും കാണും. ഈ ചോദ്യം ചോദിച്ച് ഇങ്ങോട്ട് ഒരു കാര്യം പറയുമ്പോൾ അങ്ങോട്ട് ചോദ്യം ചോദിച്ച് ഉത്തരം മുട്ടിക്കുക എന്ന് പറയുന്നതിലൊന്നും വലിയ കാര്യമില്ല. കാര്യം ഈ വസ്തുതകൾ മനസ്സിലാക്കുന്ന ഒരാളുകൾ. കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് എന്താ വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ താല്പര്യം? ഞാനൊന്നും പറയുന്നില്ല. ഉണ്ടല്ലോ ഇന്നലെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പഴയ MP ആണ്. കണ്ണൂർ ജില്ലാ സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിട്ടിരുന്ന ആളാണ്. കുറച്ച് കാര്യങ്ങൾ ഇതിനെപ്പറ്റി അറിയാവുന്ന ആളാണ്. ഒരു പൊതുപ്രവർത്തകൻ ഈ കാര്യം ചോദിക്കാമല്ലോ. എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ വല്ലതൊക്കെ പറയും എന്ന് പറഞ്ഞിട്ട് ആരെ വരട്ടുന്നത്? ഞാൻ പറഞ്ഞത് ഈ ഭരണം ഇങ്ങോട്ട് വന്ന് 2 മാസം ആവുന്നതിന് മുമ്പ് തന്നെ ഈ കാര്യങ്ങളോടൊക്കെ എടുക്കുന്ന സമീപനമുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ഇപ്പം തന്നെ വന്നിരിക്കുന്നു. നമ്മൾ ഈ കാര്യങ്ങൾ നല്ലതുപോലെ പഠിച്ച് ജനങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ ചെയ്ത കാര്യങ്ങളെ പറ്റി എത്ര കാര്യം തെറ്റായിട്ടാണ് പറഞ്ഞത്. ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വലിയ ക്ഷീണത്തിൽ തന്നെയാണ് മാനസികമായി. നമ്മുടെ സൈഡിൽ ഇത്രയും ഒരു പരാജയം ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഒരവസ്ഥ ഉണ്ടാകുമെന്ന് ആരും വിചാരിച്ചല്ല. വേണ്ടത്ര ഈ കാര്യങ്ങൾ നമ്മുടെ ജനങ്ങളുടെ അടുത്തേക്ക് നമ്മൾ ചെയ്ത കാര്യങ്ങൾ എത്തിക്കാൻ പറ്റിയില്ല. അവരുടെ തെറ്റായ പൊളിറ്റിക്സിനെ നമുക്ക് ക്യാമ്പയിൻ ചെയ്യാൻ പറ്റിയില്ല. നമുക്ക് കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട് എന്നുള്ളതും ആ പോരായ്മ നമുക്ക് കറക്റ്റ് ചെയ്യാനും പറ്റുന്നത്. നമ്മുടെ പൊതുവിൽ നമ്മുടെ പ്രസ്ഥാനം ഒരു ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന നിലയിൽ നമ്മൾ വെള്ളം ചേർക്കുന്നവരല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് പ്രവർത്തിക്കണം. അല്ല, അങ്ങനെ വെള്ളം ചേർക്കുന്നവരല്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഏറ്റവും സാധാരണക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ താല്പര്യമുള്ളൊരു പ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാനം. പക്ഷേ ആ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് നേരെ അതിശക്തമായ ആക്രമണം നടക്കുന്നൊരു ഘട്ടമാണിത്. പക്ഷേ ഇടതുപക്ഷത്തിന് ആത്യന്തികമായി മനുഷ്യന് നിലനിന്നേ പറ്റൂ.